ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അല്പസമയം നാം ദൈവത്തിൻ്റെ മുമ്പാകെ ആയിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിലെന്നേക്കും സ്ഥിരമാക്കി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന തിരുവചനത്തിൽ നൽകിയതുമായ ആത്മീയ ചിന്തകൾ നമുക്കൊരുമിച്ച് ചിന്തിപ്പാനായിട്ട് ഇടയാകണം. ശാരീരികമായിട്ടൊക്കെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉള്ളതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന വളരെയധികം ആവശ്യമാണ്. കർത്താവ് നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ളതായ വേദഭാഗങ്ങൾ ഒന്ന് വായിച്ചാൽ. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സംസ്കരിച്ചിട്ടുണ്ട്. നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിൽ ഇരിക്കുന്നവരാകിയാൽ കഷ്ടം അനുഭവിക്കുന്നവരെയും ഓർക്കുന്നു. എബ്രായ ലേഖനത്തിൽ നിന്ന് അനുകൃതമായ ആത്മീയ ചിന്തകൾ അനവധി നാം കേട്ടിട്ടുണ്ട്. ഈ വായിച്ചതായ വേദഭാഗം 13-ാം അധ്യായത്തിൽ നിന്ന് അനവധി ആത്മീയ ചിന്തകൾ നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. 11-ാം അധ്യായം വിശ്വാസത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസവീരന്മാർ, വിശ്വാസമെന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു എന്ന് തുടങ്ങി വിശ്വാസ വീരന്മാരുടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലൊക്കെ പതറാതെ കർത്താവിന് വേണ്ടി ജീവൻ നൽകിയ, കർത്താവിന് വേണ്ടി നിലനിന്ന വിശ്വാസ വീരന്മാരെ 11-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവഭക്തന്മാരുടെ പ്രത്യാശയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് 12-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഊന്നൽ നൽകിയിരിക്കുന്നത് സ്നേഹത്തിനാണ്. തമ്മിലുള്ളതായ സ്നേഹം, സ്വർഗത്തിലെ ദൈവം തൻ്റെ മക്കളെ സ്നേഹിച്ചതുപോലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ ദൈവമക്കൾ തമ്മിൽ സ്നേഹിക്കുകയും കരുതുകയും പ്രാർത്ഥിക്കുകയും ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യണമെന്ന് ആ 13-ാം അധ്യായം തുടർമാനമായിട്ട് നമുക്ക് വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. ദൈവജനം തങ്ങളുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ അനുവർത്തിച്ചു വരേണ്ട, അല്ലെങ്കിൽ ദൈവം അതിയായിട്ട് തൻ്റെ മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്ന അനവധി കാര്യങ്ങൾ 13-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം വായിച്ചാൽ. ഗലാത്യയിലുള്ളതായ വിശ്വാസ സമൂഹത്തോട് പൗലോസ് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, പരിച്ഛേദനയല്ല, അഗ്രഹവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമാണ് ക്രിസ്തീയ ജീവിതത്തിൽ അവരെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് പറയുവാനിടയായിത്തീർന്നു. അപ്പോസ്തലന്മാർ, എബ്രായ വിശ്വാസികൾ, അവർ കർത്താവിനെ അറിയുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ ആ ദൈവികമായ സ്നേഹം ആ എബ്രായരിൽ തന്നെ ഒതുക്കി നിർത്തുന്ന ഒരനുഭവമാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ അത് വിശാലമായിട്ട് ലോകത്തിലുള്ളതായ ജാതിവർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ ദൈവമക്കളിലേക്കും ഒരുപോലെ പകരപ്പെടണം, ഒരുപോലെ പ്രവൃത്തിയിൽ അവരെയും കൂടെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളത്
അപ്പോസ്തലൻ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ടിടയായിത്തീരും. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം, യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം കൊടുത്ത് വായിച്ചേക്കാം. അപ്പോസ്തലൻ യോഹന്നാൻ അപ്പോസ്തലൻ ഓർമ്മിക്കുകയാണ്, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവമാണ് സ്നേഹം. പറയുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ വലുവനായ ദൈവത്തിൻ്റെ സ്നേഹം ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് യാതൊരു വിധമാകുന്ന യോഗ്യതയുമില്ല. അപ്പോൾ ദൈവം നമ്മോട് തമ്മിൽ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം വലുതാണ്. ദൈവസ്നേഹം വാസ്തവമായ നിലയിൽ അനുഭവിക്കുന്ന, അത് ഉൾക്കൊള്ളുന്ന, അത് മനസ്സിലാക്കുന്ന, അതിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളൊക്കെ പ്രാപിക്കുന്നതായ ദൈവ മക്കൾ തമ്മിൽ സ്നേഹിക്കുകയും സ്നേഹവാനായിരിക്കുന്ന ദൈവത്തെ അനുഗമിക്കുകയും ചെയ്യണമെന്നുള്ളത് ദൈവത്തിൻ്റെ നമ്മളുള്ളതായ വലിയ താല്പര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടിടയായിത്തീരും. നാം വായിച്ചതായ വേദഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. സഹോദരപ്രീതി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആ സഹോദരപ്രീതി എന്നുള്ള വാക്കിന് ദൈവസ്നേഹമാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സഹോദരന്മാരോടുള്ളതായ സ്നേഹം നിലനിൽക്കുവാനായിട്ട് വളരെയധികം ആവശ്യമുണ്ട്. തമ്മിൽ നമുക്ക് സ്നേഹിക്കുവാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ നാം ദൈവസഭയാണ്, ദൈവജനമാണ്, ഈ സമൂഹത്തിൽ നിന്ന് പ്രത്യേകമായിട്ട് വേർതിരിക്കപ്പെട്ടതായ ഒരു ജനമാണ്, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട, കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടമാണ്. അപ്പോൾ തന്നെ ഇതിനൊന്നും നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ സാമർഥ്യം കൊണ്ടോ ഒന്നും നേടിയെടുത്തതല്ല. സ്വർഗത്തിലെ ദൈവം തൻ്റെ കരുണയാൽ താൻ കാൽവരി ക്രൂശിൽ ഒരുക്കിയതായ വലിയ രക്ഷ, ആ രക്ഷയിലേക്ക് ദൈവം കാലാകാലങ്ങളിൽ നമ്മളെ വിളിച്ചു വേർതിരിക്കുവാനായിട്ടിടയായി തീർന്നു. യേശുക്രിസ്തു മുഖാന്തരം ഒരുക്കിയതായ രക്ഷ അതെന്താണെന്ന് മനസ്സിലാക്കുവാനുള്ളതായ എല്ലാ സാധ്യതകളും സാഹചര്യങ്ങളും ദൈവമാണ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത്. അപ്പോൾ ആ ദൈവത്തിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ സകല മനുഷ്യരും തമ്മിൽ സ്നേഹിക്കണം, അല്ലെങ്കിൽ സഹോദരപ്രീതി ഉള്ളവരായിട്ട് മുന്നോട്ട് പോകണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോട്ടെ. ഇവിടെ അപ്പോസ്തലൻ റോമിലുള്ളതായ വിശ്വാസികളോട് പറയുന്നതായ കാര്യം, സഹോദരപ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളണം. എന്നാൽ സഹോദരന്മാരെ സ്നേഹിക്കുന്ന കാര്യത്തിൽ, അവരെ ബഹുമാനിക്കുന്ന കാര്യത്തിലൊക്കെ നമുക്ക് ചില പരിമിതികളുണ്ട്. എന്നോട് കൃത്യമായിട്ട് ഏർപ്പെട്ടാൽ ഞാനും കൃത്യമായിട്ട് ഏർപ്പെടും. എന്നെ ബഹുമാനിച്ചാൽ ഞാനും ബഹുമാനിക്കും. എന്നെ വിളിച്ചാൽ ഞാനും തിരിച്ചും വിളിക്കും. അങ്ങനെ വ്യത്യസ്തമായ ഒരു ജീവിത നിലവാരം പുലർത്തുന്ന ഈ ലോകത്തിൽ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതായ കാര്യം ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് നിൽക്കണം. ഇപ്പോൾ സഹോദരന്മാരെ സഹോദരിമാരെ തമ്മിൽ ബഹുമാനിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കണം. അത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതായ ഒരു കാര്യമാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ, ആ വാക്യം ഒന്ന് വായിക്കാൻ നമുക്ക്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ഉം 4-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങൾ. പത്താമത്തെ വാക്യം സഹോദരന്മാരെ അതിൽ നിങ്ങൾ അധികമായി വർദ്ധിച്ചു വരണമെന്ന് എന്നും പുറത്തുള്ളവരോട് മര്യാദയായി നടപ്പാനും ഒന്നിനും മുന്നില്ലാതിരിക്കാനും വേണ്ടി. മതി
നമ്മൾ വായിച്ചതായ വേദഭാഗത്ത് നമുക്കിങ്ങനെയാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. സഹോദരപ്രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല. അന്യോന്യം സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ മക്കദോനിയയിൽ എങ്ങുമുള്ള സഹോദരന്മാരോടൊക്കെയും അങ്ങനെ തന്നെ ആചരിച്ച് പോരുന്നുവല്ലോ. എന്നാൽ സഹോദരന്മാരെ, അതിൽ നിങ്ങൾ അധികം വർദ്ധിച്ചു വരണമെന്ന് എന്നും. ഇവിടെ അപ്പോസ്തലൻ തെസ്സലോനിക്കയിലുള്ളതായ വിശ്വാസികളോട് അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ തമ്മിൽ സ്നേഹിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കൂട്ടം വിശ്വാസികളായിരുന്നു തെസ്സലോനിക്കയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അങ്ങനെ സ്നേഹിച്ചു പോയാൽ മാത്രം പോരാ, അത് അധികമായിട്ട് വർദ്ധിച്ചു വരണം. അപ്പോൾ സ്നേഹത്തിൽ ഒരു വർധനവുണ്ടാകണമെന്നുള്ളത് ദൈവം അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കയിലുള്ളതായ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കുകയാണ്. നമ്മൾ ഈ വായിച്ചതായ വേദഭാഗത്ത് സഹോദര പ്രീതി നിലനിൽക്കണം, അതെന്നും ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടതായ ഒരു വസ്തുതയായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് ഇടയായിത്തീരും. മറ്റൊരു കാര്യം അവിടെ നമ്മൾ വായിച്ചു, അതിഥി സൽക്കാരം മറക്കരുത്. ക്രിസ്തീയ ജീവിതത്തിൽ കൂട്ടു സഹോദരങ്ങളെ സഹായിക്കുക, അവരെ സൽക്കരിക്കുക എന്നുള്ളത് നമ്മളെല്ലാവരും ചെയ്തു വരുന്നതായ കാര്യമാണ്. ഇവിടെ അപ്പോസ്തലൻ എബ്രായ വിശ്വാസികളോട് പറയുകയാണ്, അതിഥി സൽക്കാരം മറക്കരുത് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിലിരിക്കുന്ന, രോഗത്തിൻ്റെ പ്രതിസന്ധിയിലിരിക്കുന്ന, പ്രയാസത്തിലിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ആശ്വാസവാക്ക് പറയുവാനും അവരോട് സ്നേഹമായിട്ട് സംസാരിക്കുവാനും അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി ദൈവസന്നിധിയിൽ അവരെ ഓർത്ത് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുവാൻ, അവരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുക, ഇതൊക്കെ അതിഥി സൽക്കാരങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. നമ്മൾ അതിഥി സൽക്കാരമൊക്കെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് ദൈവം നമുക്ക് വെച്ചിരിക്കുന്നതായ നന്മകളും അനുഗ്രഹങ്ങളൊക്കെ പ്രാപിക്കുവാൻ ഇത് വളരെയധികം ആവശ്യമാണ്. നമ്മൾ വായിച്ച വേദഭാഗത്ത് നമ്മിങ്ങനെയാണ് വായിക്കുന്നത്, അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ട് ഉണ്ടല്ലോ. അപ്പോൾ ആ വാക്യം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അതാരാണെന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. വിശ്വാസികളുടെ പിതാവായിരിക്കുന്ന അബ്രഹാം തൻ്റെ ജീവിതത്തിൽ ദൈവത്തോടുള്ളതായ സ്നേഹവും തൻ്റെ സഹോദരവർഗത്തോടുള്ളതായ അവരോടുള്ളതായ പ്രീതിയും അതൊക്കെ വളരെ വ്യക്തമായിട്ട് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുത്ത ഒരു വ്യക്തിത്വമായിട്ട് നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ളതായ ചില വാക്യങ്ങളൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ളതായ വാക്യം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ തൻ്റെ മറ്റുള്ളവരോട് തൻ്റെ മനോഭാവം എന്തായിരുന്നു എന്നുള്ളത് അവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അതിഥികളെ സൽക്കരിക്കുവാനുള്ളതായ അവൻ്റെ വലിയൊരു കാഴ്ചപ്പാട്, ഒരു വെമ്പൽ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ 1 മുതൽ 15 വരെയുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴാണ് എന്താണ് ഈ അതിഥികളോടുള്ള ബന്ധത്തിൽ അബ്രഹാം ചെയ്തത് എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിൻ്റെ 1 മുതൽ 3 വരെയുള്ളതായ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിലുറച്ചപ്പോൾ അവൻ കൂടാരവാതിക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിക്കൽ നിന്ന് അവരെ എതിരേൽപ്പാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു, യജമാനന്മാരെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുത്. കൂടാരങ്ങളിൽ താമസിക്കുന്ന അബ്രഹാമിൻ്റെ ആ കൂടാരത്തിലേക്ക് 3 ദൈവഭൃത്യന്മാർ കടന്നു വന്നപ്പോൾ അബ്രഹാമിൻ്റെ മനോഭാവം നമുക്ക് അവിടെ കാണുവാനായിട്ട് ഇടയായിത്തീരും. ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞ് അവരോട് പറയുന്നതായ വാക്കുകൾ നമുക്ക് വളരെയധികം കുറിക്കൊള്ളുവാൻ ആവശ്യമുള്ളതായ വാക്കുകളാണ്. അവിടെ ഇങ്ങനെയാണ്, ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞ് യജമാനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്ന് പോകരുത്. അസാരം വെള്ളം കൊണ്ടുവന്ന് നിങ്ങളുടെ കാലുകളെ കഴുകട്ടെ, വൃക്ഷത്തിൻ്റെ കീഴിലിരിപ്പീൻ,
ഒരു മുറി അപ്പം കൊണ്ടുവന്ന് വിശപ്പടക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. അവിടെ ദൈവദൂതന്മാരോട് അബ്രഹാം പറയുകയാണ്, നിങ്ങൾ വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കണം, നിങ്ങളുടെ കാലുകൾ കഴുകണം, അതിനുശേഷം വിശ്രമിക്കാം, ഒരു മുറി അപ്പം അത് കഴിച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾ പോകുന്ന സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോകാം. അബ്രഹാമിൻ്റെ ആ മനോഭാവം. എന്നാൽ അബ്രഹാം അവിടെ ചെന്നത്, അവൻ ഓടിച്ചെന്ന് സാറയോട് കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഒരിടങ്ങഴി മാവ്, 3 ഇടങ്ങഴി മാവ്, ഓരോരുത്തർക്ക് 1 ഇടങ്ങഴി വീതം 3 ഇടങ്ങഴി മാവ് കുഴച്ച് അപ്പമുണ്ടാക്കുന്നു. അപ്പോൾ തന്നെ തൻ്റെ പശുത്തൊട്ടിയിൽ പോയിട്ട് ഒരു പശുക്കിടാവിനെ കൊണ്ടുവന്ന് അതിനെ പാകം ചെയ്യുവാനായിട്ട് തൻ്റെ ബാല്യക്കാരെ ഏൽപ്പിക്കുന്ന രംഗമൊക്കെ നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. അപ്പം 3 പേർക്കുള്ളതായ അതിഥി സൽക്കാരത്തിന് വേണ്ടി ഈ അബ്രഹാമിൻ്റെ ആ മനോഭാവവും അവൻ്റെ ചെയ്തികളൊക്കെ നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. 3 പേർക്ക് അത്രയേറെ വസ്തുവകളൊക്കെ ആവശ്യമുണ്ടോ, അല്ലെ ഒരു കാളക്കുട്ടി അല്ലെങ്കിൽ ഒരു മൃഗത്തെയൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ഈ അബ്രഹാമിൻ്റെ മനോഭാവമാണ്. തൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്നതായ 3 വ്യക്തി ജീവിതങ്ങളുള്ള ബന്ധത്തിൽ അവന് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും മേത്തരമായ നിലവാരത്തിലുള്ളതായ ഒരു ശുശ്രൂഷ അവർക്ക് വേണ്ടി അവിടെ ഒരുക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. നമുക്കറിയാം, അതിൻ്റെ പിന്തുടർന്നുള്ളതായ കാര്യങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അബ്രഹാമിനൊക്കെ പ്രായം ചെന്നവരാണ്, സാറയ്ക്ക് പ്രായം ചെന്നവരാണ്. എന്നാൽ അവരുടെ കുടുംബ ജീവിതത്തിൽ ഒരു തലമുറ അവർക്ക് അന്ന് വരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിഥി സൽക്കാരം, ദൈവദൂതന്മാരെ അല്ലെങ്കിൽ ദൈവത്തെ സൽക്കരിച്ചത് മുഖാന്തരം ദൈവം അവർക്ക് നൽകിയതായ അനുഗ്രഹം എന്ന് പറയുന്നത് അവർക്ക് തലമുറ എന്ന് പറഞ്ഞാൽ, ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ ആകാശത്തിലേക്ക് നോക്കുക, ആ നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണുവാനായിട്ട് സാധിക്കുമോ, അതുപോലെ നിനക്ക് മക്കളുണ്ടാകും. പ്രായാധിക്യത്തിലിരിക്കുന്ന അബ്രഹാമിന് അതുവരെ ഒരു സന്തതി പോലുമില്ല. എന്നാൽ ദൈവം അവനിൽ പ്രസാദിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്തതായ ആ അതിഥി സൽക്കാരം അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചത് മുഖാന്തരം ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്കവിടെ കാണുവാനായിട്ട് ഇടയായിത്തീരും. അവിടെ അതിൻ്റെ 10-ാം വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, 1 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിൻ്റെ അടുക്കൽ മടങ്ങി വരും, അപ്പോൾ നിൻ്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകനുണ്ടാകും എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അബ്രഹാം ദൈവദൂതന്മാരെ സൽക്കരിച്ചുവെങ്കിൽ അവൻ്റെ തലമുറകളെ 40 ആണ്ട് മരുഭൂമിയിലൂടെ അതിശയകരമായി പോറ്റിപ്പുലർത്തിയ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് കാണുവാനായിട്ടിടയായിത്തീരും. നമ്മുടെ ദൈവം വാക്കു മാറാത്തവനാണ്. അവൻ നമ്മെ ഭദ്രമായിട്ട് പരിപാലിക്കുന്നവനാണ്. നാം ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരുന്നവനാണ്. അതിഥി സൽക്കാരം മറക്കരുത്, സഹോദര പ്രീതി നിലനിൽക്കട്ടെ എന്ന് അപ്പോസ്തലൻ എബ്രായ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം അത്രമാത്രം വലുതാണെന്നുള്ളത് അവർക്ക് ഉൾക്കൊള്ളുവാനായിട്ട് ഇടയായില്ല. പ്രിയമുള്ളവരെ, അനുദിന ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം നമ്മളോട് ചെയ്യുവാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നാം കർത്താവിന് വേണ്ടി ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എന്താണെന്നുള്ളത് അത് നമുക്ക് വർണ്ണിച്ചു തീർക്കുവാനായിട്ട് കഴിയുകയില്ല. അവനെ തലമുറകളെ നൽകിയെന്ന് മാത്രമല്ല, ആ തലമുറകളെ ഭാവിയിൽ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതമാകുന്ന സ്നേഹം നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവ് നമ്മോട് അരുളി ചെയ്തു, ഞാൻ നിങ്ങളെ ഒരു നാളും തള്ളിക്കളയില്ല, നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല എന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ഇന്നും ദൈവത്തിൻ്റെ ആ വാഗ്ദത്ത സന്തതിയെ വിവിധ തലങ്ങളിൽ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദത്തം നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. അത്രമാത്രം ഉന്നതനാണ് നമ്മുടെ ദൈവം. ആ ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങൾ അതനുസരിക്കുവാനുള്ളതായ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളത് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 40-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യുന്നിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയും.
ഇവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ അവിടെ കർത്താവ് പറയുകയാണ്, നമുക്ക് മുൻപും പിൻപും നോക്കുവാനായിട്ടുള്ളതായ സാവകാശമില്ല. വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസം കാണിക്കുവാനുള്ളതായ അനുവാദം നമുക്കില്ല. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മീയമായ കാഴ്ചപ്പാട് അത് മറ്റുള്ളവരിലേക്ക് പകരുക എന്നുള്ളത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതിന് യാതൊരു വിധമാകുന്ന മാനദണ്ഡങ്ങളും നമുക്കവിടെ കാണുവാനായിട്ട് കഴിയില്ല. ഈ ചെറിയവരിൽ ഒരുവന് നാം ചെയ്യുന്നത് എനിക്ക് ചെയ്തിരിക്കുന്നു എന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുവാനായിട്ടിടയായിത്തീരുന്നു. നമ്മുടെ വായിച്ചതായ വേദഭാഗത്ത് സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്, അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. അതേപോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാ നന്മയുടെയും ഉറവിടമെന്ന് പറയുന്നത് നമ്മുടെ പിതാക്കന്മാർ ഈ കർത്താവിനെ അറിയുവാനായിട്ടിടയായി തീർന്നു, ദൈവമക്കളായി തീരുവാനിടയായി തീർന്നു. അന്ന് വളരെ പരിതാപകരമായ അവസ്ഥയിലൊക്കെ കഴിഞ്ഞുകൂടുന്ന ആ കാലഘട്ടത്തിൽ ദൈവജനത്തെ സഹായിച്ച ദൈവദാസന്മാരെ ഉൾക്കൊണ്ട തങ്ങളുടെ ജീവിതത്തിൽ തങ്ങളുടെ നിത്യവൃത്തിക്കുള്ളതായ വസ്തുവകൾ ദൈവജനത്തിനു വേണ്ടി വിഭാഗിച്ചു നൽകിയതായ നമ്മുടെ പിതാക്കന്മാരെ ദൈവം അനുഗ്രഹിച്ചു. ഇന്ന് ഒന്നിനും കുറവില്ലാതെ ഒന്നിനും മുട്ടില്ലാതെ എല്ലാ ആത്മീയവും ഭൗതികമായ നന്മകളാൽ അനുഗ്രഹിച്ച് ദേശത്ത് നമ്മെ കർത്താവ് നിലനിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് തമ്മിൽ സ്നേഹിക്കുവാൻ, നിർവ്യാജ സ്നേഹത്തോടുകൂടെ മറ്റവരെ ഉൾക്കൊള്ളുവാനും അവരെ ബഹുമാനിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരണം. രണ്ടാമത് നമുക്കിവിടെ വായിക്കുവാൻ ഇടയായി തീർന്നു, നിങ്ങളും തടവുകാരെന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിലിരിക്കുന്നവരാകിയാൽ കഷ്ടമനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുകയും. അപ്പോസ്തലൻ എബ്രായ വിശ്വാസികളോട് പറയാണ്, നിങ്ങൾ തടവുകാരെ ഓർക്കണം, നിങ്ങളും ശരീരത്തിൽ വസിക്കുന്നവരായാൽ കഷ്ടതയിലൂടെ കടന്നു പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കഷ്ടമനുഭവിക്കുന്നവരെയും നിങ്ങൾ ഓർക്കണം. എബ്രായ ക്രിസ്ത്യാനികളുള്ള ബന്ധത്തിൽ ആ കാലഘട്ടങ്ങളിൽ കർത്താവിനെ ഏറ്റെടുത്ത് ദൈവമക്കളായി തീർന്നത് മുഖാന്തരം അവർ ജയിലറയിൽ അടയ്ക്കപ്പെടുവാനായിട്ടിടയായി തീർന്നു. അവരുടെ സമ്പത്തുകളൊക്കെ അന്നത്തെ ഭരണാധികാരികളെ ഏറ്റെടുക്കുവാനും അവർക്ക് നഷ്ടമാകുവാനും ഇടയായി തീർന്നു. അങ്ങനെ ഒന്നുമില്ലാത്തവരായി കർത്താവിന് വേണ്ടി കർത്താവിനെ ജീവിതത്തിൽ ഏറ്റെടുത്തത് മുഖാന്തരം തടവറയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടുള്ള ബന്ധത്തിൽ നമ്മുടെ മനോഭാവം എന്തായിരിക്കണമെന്നുള്ളതാണ് ആ 3-ാം വാക്യത്തിൽ അവിടെ അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളും തടവുകാരെന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിലിരിക്കുന്നവരാകിയാൽ കഷ്ടമനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുക. അപ്പോൾ കഷ്ടമനുഭവിക്കുന്നവരെ ഓർക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ നമ്മളുള്ളതായ വലിയ കൽപ്പനയാണ്. ഒന്നാമത് അതിഥി സൽക്കാരം നാം ചെയ്യണം. സഹോദരപ്രീതിയുള്ളവരായിട്ട് അതിഥി സൽക്കാരം ചെയ്യുവാനായിട്ട് ഇടയായി തീരണം. തടവറയിൽ കിടക്കുന്ന കഷ്ടത അനുഭവിക്കുന്ന സമ്പത്തുകളൊക്കെ നഷ്ടപ്പെട്ടതായ ഒന്നുമില്ലാത്ത വ്യക്തി ജീവിതങ്ങളുള്ള ബന്ധത്തിൽ അവരെ ഓർക്കുവാനും അവർക്ക് ഉദവി ചെയ്യുവാനും നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്കെങ്ങനെയാണ് അവിടെ വായിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്? പുഴവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചോളൂ. കർത്താവിനെ അനുഗമിക്കുന്ന തൻ്റെ വായിൽ നിന്ന് വരുന്നതായ ആ മനസ്സിനെ ഉളർപ്പിക്കുന്നതായ ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കുവാൻ തന്നെ അനുഗമിക്കുന്ന വലിയൊരു സമൂഹം തൻ്റെ ചുറ്റുപാടുമുണ്ട്. അവരോട് പറയുകയാണ്, നിങ്ങളുടെ നിക്ഷേപം നിങ്ങൾ സ്വർഗത്തിൽ സ്വരൂപിച്ചു കൊള്ളണം. ഈ ലോകത്തിലെ നിക്ഷേപങ്ങൾ പുഴവും തുരുമ്പും കെടുത്തു കളയുന്ന കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുന്ന യാതൊരു നിലയിൽ നമുക്ക് പ്രയോജനപ്പെടാത്ത നമ്മുടെ നിക്ഷേപങ്ങൾ നമ്മൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നിക്ഷേപിക്കുവാനായിട്ട് ഇടയായി തീർന്നാൽ ദൈവം നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നതായ കൽപ്പനകൾ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും നമ്മുടെ സമയമൊക്കെ നമ്മൾ അതിനുവേണ്ടി ചിലവഴിച്ചാൽ സ്വർഗത്തിൽ അത് വലിയ നിക്ഷേപമായിട്ട് നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ്
അശേഷം സന്തോഷമെന്ന് എണ്ണണം. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കർത്താവ് നമ്മെ പരീക്ഷിക്കും, നമ്മെ പരിശോധിക്കും. അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് നാം കർത്താവിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുക, ഫലകരമായി തീരുക, വിശ്വാസ ജീവിതത്തിൽ നാം നിലനിൽക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് പരിതാപമായിട്ടോ പെറുപുറുപ്പായിട്ടോ ദൈവത്തോട് മത്സരിക്കുന്ന മനോഭാവമായിട്ടോ മാറാതെ അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരണം. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമായി തീരണം. ഈ അനുഗ്രഹമായ ശുശ്രൂഷയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചത്. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 17-ാമത്തെ വാക്യം വായിച്ചാൽ. ഇവിടെ അപ്പോസ്തലൻ കൊരിന്ത്യയിലുള്ളതായ ദൈവജനത്തോട് പ്രബോധിപ്പിക്കുന്ന പ്രബോധനമാണ്. നേരത്തേക്കുള്ളതായ ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഗനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകും. അപ്പോൾ നമുക്കുണ്ടാകുന്നതായ കഷ്ടതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പരിശോധന അത് നാം ഒന്ന് തൂക്കി നോക്കുവാനായിട്ട് ഇടയായി തീർന്നാൽ അത് വളരെ തൂക്കം കുറഞ്ഞ കഷ്ടതകളാണ്. എന്ന് പറഞ്ഞാൽ അത് വളരെ നിസ്സാരമായ കഷ്ടതയാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ അതിന് പിൻവരുന്ന ആ നന്മയെന്ന് പറയുന്നത് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആ അനവധിയായ തേജസ്സിൻ്റെ നിത്യഗണം അത് നമുക്ക് അളന്ന് തിട്ടപ്പെടുത്തുവാനായിട്ട് കഴിയുകയില്ല. ജീവിതത്തിൽ കഷ്ടതയും പ്രയാസവും പ്രതികൂലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്കത് താങ്ങുവാനായിട്ട് കഴിയില്ല എന്നുള്ളതൊക്കെ നമ്മൾ വിചാരിക്കും. എന്നാൽ ഇവിടെ അപ്പോസ്തലൻ രേഖപ്പെടുത്തി തന്നിരിക്കുന്നത് അത് വളരെ ലഘുവായ കഷ്ടതയാണ്, വളരെ തൂക്കം കുറഞ്ഞതായ കഷ്ടതയാണ്, അത് നിസ്സാരമാണ്. എന്നാൽ അതിനുശേഷം വരുന്നതായ ദൈവത്തിൻ്റെ ആ മഹത്വം എന്ന് പറയുന്ന ആ മഹിമയെന്ന് പറയുന്നത് അതൊരിക്കലും നമുക്ക് തൂക്കി നിർണ്ണയിക്കുവാനായിട്ട് അല്ലെങ്കിൽ അളന്ന് തിട്ടപ്പെടുത്തുവാൻ കഴിയില്ല. അത്രമാത്രം മഹത്വരമായ ഒരു പ്രത്യാശയിലാണ് കർത്താവ് നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. പ്രതിമളരെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ ആ കഷ്ടതയെക്കുറിച്ചൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യം വളരെ പരിചയമുള്ളതായ വേദഭാഗമാണ്. അവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ആ കഷ്ടതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മൾ 11:30 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടതയെക്കുറിച്ച് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, എൻ്റെ കഷ്ടതകളൊക്കെ വളരെ മൃദുവായ പരിശോധനകൾ. എൻ്റെ നുകം മൃദുവാണ്, എൻ്റെ ചുമട് ലഘുവാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഉൾക്കൊള്ളുന്നതിലും അപ്പുറമാണ് ദൈവത്തിന് നമ്മോടുള്ളതായ സ്നേഹവും നമ്മോടുള്ളതായ പരിപാലനവും. കർത്താവ് നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. നാം വലിയ കഷ്ടതയിലായി എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, നിനക്ക് തന്നിരിക്കുന്ന കഷ്ടത അത് മൃദുവാണ്, അത് ലഘുവാണ്, അത് വളരെ നിസ്സാരമാണ്. എന്നാൽ അതിനുശേഷം വരുന്നതായ മഹത്വം എന്ന് പറയുന്നത് നിത്യഘനമാണ്. അത് നമുക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു ഈ കർത്താവിൻ്റെ കഷ്ടതകൾ. പരിശോധനകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ അത് നമുക്ക് ഘടകരമായിട്ടൊക്കെ നമുക്ക് തോന്നുവാനായിട്ട് സാധിക്കും. എന്നാൽ കർത്താവ് പറയുകയാണ്, അത് വളരെ മൃദുവാണ്, അത് ലഘുവാണ്, അത് നമുക്ക് സഹിക്കുവാനായിട്ട് കഴിയും. ദൈവം പറയുകയാണ്, സഹിക്കുന്നതിനപ്പുറമേയുള്ള പരിശോധനകളും പരീക്ഷകളൊന്നും നിങ്ങൾക്ക് ദൈവം നൽകുന്നില്ല എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ ക്രിസ്തീയ ജീവിതം എത്രയോ ധന്യമാണ്. മൃദുവായ നിലയിൽ അല്ലെങ്കിൽ ലഘുവായ നിലയിൽ പരിശോധനയിലൂടെ നമ്മെ കടത്തിവിടുന്ന ഒരു സ്വർഗത്തിലെ ദൈവം കഷ്ടതയുടേതായ ആ പ്രതിസന്ധിയിലൂടെ നമ്മളെ കടന്നു പോകുമ്പോൾ അത് സഹിക്കുവാനുള്ളതായ കൃപ അതാത് സമയങ്ങളിൽ തന്ന്
നമ്മെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹം. നമ്മുടെ ദൈവം എത്രയോ വലിയവനാണ്, എത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നു. കഴിഞ്ഞൊരു വർഷക്കാലം കർത്താവ് നമ്മളെ അത്ഭുതവും അതിശയമായിട്ട് നമ്മെ പരിപാലിച്ചു. ശരീരമായിട്ട് നമുക്ക് ബലഹീനതയുണ്ടെങ്കിലും മൃദുവായി നമ്മളോട് സംസാരിക്കുന്ന കർത്താവ് നമ്മളിൽ മന്ത്രിച്ചു, പ്രിയമകനെ ആശിച്ചു കൊള്ളുക, എൻ്റെ അടുത്ത് വന്ന് നീ ആശ്വാസം പ്രാപിപ്പ. ആ സ്നേഹത്തിൻ്റെ കരങ്ങളാൽ അവൻ നമ്മെ തലോടി ആ നിസാരമായ നിലയിൽ നമ്മുടെ വേദനകൾ മാറ്റുവാനായിട്ട് ഇടയായിത്തീരുന്നു. ആകയാൽ നമുക്ക് വലിയ ഒരു പ്രത്യാശയുണ്ട്. കർത്താവിന് വേണ്ടി നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം പ്രത്യാശയോടുകൂടെ അവൻ്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരായി തീരുമ്പോൾ, അത് നാം ഏറ്റെടുക്കുമ്പോൾ, അത് കർത്താവ് പറയാണ്, അത് വളരെ മൃദുവാണ്, അത് വളരെ ലഘുവാണ്, അത് സഹിക്കുന്നതിന് ഒക്കെ അതീതമാണ്. നമുക്ക് സഹിക്കാൻ കഴിയുന്നതിന് അതീതമായ കഷ്ടതയാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത്. നമ്മൾ വായിച്ചതായ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീർന്നത് അതിഥി സൽക്കാരം മറക്കരുത്, സഹോദരപ്രീതി നിലനിൽക്കട്ടെ. തടവുകാരോടും കഷ്ടത അനുഭവിക്കുന്നവരോടും അവരെയൊക്കെ നമ്മൾ ഓർത്ത് അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി നാം നമ്മെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അവർക്ക് സമാധാനത്തിൻ്റെ വാക്കുകൾ അവരോട് നാം സംസാരിക്കണം. അവരെ തലോടുവാനും അവരെ ആശ്വസിപ്പിക്കാനും ഒക്കെ ഉള്ളതായ ഉത്തരവാദിത്വമുണ്ട്. നമ്മളൊരേ പിതാവിൻ്റെ മക്കളാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ ദൈവമക്കൾ അവർ സഭയാകുന്ന ശരീരത്തിൻ്റെ അംഗങ്ങളാണ്, അവയവങ്ങളാണ്. അതുകൊണ്ട് തമ്മിൽ സ്നേഹിക്കണം, തമ്മിൽ ബഹുമാനിക്കണം. ബഹുമാനിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കണം. സ്നേഹത്തിൽ അത് അധികമായിട്ട് വർദ്ധിച്ചു വരുവാനായിട്ട് ഇടയായി തീരണം. പ്രിയ ദൈവജനമേ, നമ്മുടെ കർത്താവ് തൻ്റെ നമ്മെ ശ്രദ്ധിക്കുന്ന അഗ്നിയാലകത്തുള്ള കണ്ണുകൊണ്ട് നമ്മെ നോക്കുമ്പോൾ തൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുവാൻ ഈ ലോകത്തിൽ നമ്മെ ഓരോരുത്തരെയും വിവിധ തലങ്ങളിൽ അവനാക്കി വച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ നമ്മളുള്ളതായ ഇഷ്ടമാണ് നാം ദൈവത്തിൻ്റെ വചനം വായിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക, അതിലെഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണ മനസ്സോടുകൂടെ അംഗീകരിക്കുക, അനുസരിക്കുക എന്നുള്ളത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമ്മൾ വായിച്ചതായ വേദഭാഗത്ത് ഇങ്ങനെയാണ് കാണുന്നത്, സഹോദര പ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളും തടവുകാരെന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിലിരിക്കുന്നവരാകിയാൽ കഷ്ടമനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുക. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തമുണ്ട്. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുക, മറ്റുള്ളവരെ ഓർക്കുക, മറ്റുള്ളവരുടെ വേദനകളിൽ നാം പങ്കാളികളായിത്തീരുക. സ്വർഗത്തിലെ ദൈവം നമ്മോട് കാണിച്ച മഹാസ്നേഹം അത് നമുക്ക് വർണ്ണിച്ചു തീർക്കുവാനായിട്ട് കഴിയില്ല. നമ്മുടെ സങ്കടങ്ങളിൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന, നമ്മുടെ കഷ്ടതയിൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന മാറാത്ത ഒരു ദൈവം നമ്മോട് കൂടെ കഴിഞ്ഞ നാളുകളിലൊക്കെ ഉണ്ടായിരുന്നു. തുടർന്നും അവൻ നമ്മോട് കൂടെയുണ്ട്. ആ ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് ആശ്വാസം പ്രാപിപ്പാൻ ആ ദൈവത്തിനെല്ലാ മഹത്വവും നമുക്ക് അർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടതകൾ അത് മൃദുവാണ്, അത് വളരെ ലഘുവാണ്, അത് നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നതാണ്. അതിന് മീതെയുള്ള പരീക്ഷകളൊന്നും കർത്താവ് നമുക്ക് തരുന്നില്ല. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ കർത്താവിൽ നമുക്ക് പൂർണ്ണമായിട്ട് ആശ്രയിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ജയിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഈ ചെറിയ ചിന്തകൾ മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.